അതെന്താണെന്നറിയോ, പണ്ട് കാലത്ത് ഈ പോലീസ്, ഞാൻ എൻ്റെ ഒരു പടത്തിനകത്ത് ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു മിഷൻ 90-ൽ. പണ്ടൊക്കെ കുട്ടികൾ ചാപ്പാട് കഴിക്കാതിരിക്കുന്ന സമയത്ത് ദാ പോലീസ് വരും കേട്ടോ എന്ന് പറയും, പേടിപ്പിക്കും. പക്ഷെ അന്യരാജ്യങ്ങളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അടുത്ത് പറയുന്നത് എന്താണെന്നറിയോ, മോനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് അങ്കിൾ ഉണ്ടായിരിക്കും, അവിടെ പോയി പറയാം. അവിടെ അങ്കിളായി, ഇവിടെ പോലീസിനെ പേടിപ്പിക്കാനാണ്. അതാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കുന്നത്. പോലീസ് എന്ന് പറയുന്നതിൽ പല വിഭാഗം, നമ്മൾ ഇത്രയും ആൾക്കാരിരിക്കുന്നത് പലരുടെയും സ്വഭാവം പറയായിരിക്കും. ഇതുപോലെ പോലീസിനകത്ത് കാണും. അപ്പൊ യൂണിഫോം ഇട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുറ്റക്കാരല്ല, അല്ലെങ്കിൽ എല്ലാവരും ബാഡ് പീപ്പിൾ അല്ല. ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ. എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ള കർമ്മങ്ങൾ നിങ്ങൾ ഒരിക്കലും കാണുന്ന പോലുമില്ല. ആ പാവപ്പെട്ടവൻ ഇന്നും ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ട് റിട്ടയർ ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും. പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ദാരിദ്ര്യവും ഇതുണ്ടായിരുന്നു. ചിലരുണ്ട്, ഞാൻ മദ്രാസിലൊരു പോലീസിനെ കണ്ടപ്പോൾ 5 വിരലും ഡയമണ്ട് റിങ്സ്, ഇതും കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ 5 ഫിംഗറിലും ഡയമണ്ട് റിങ് ഇട്ടുകൊണ്ട് നടക്കുന്ന വാങ്ക സാർ ഉட்காருங்க. ഞാൻ കണ്ണിന് കൈ നോക്കുമ്പോൾ ഈ മനുഷ്യ ഒരു വിധത്തിലുള്ള നാണമില്ലേ, ഇത് എവിടെ വന്നിരിക്കുന്ന ഒരു സാധാരണ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. സോ എല്ലാവരും ഒരുപോലെയല്ല. ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ. അവരെന്നും സൈക്കിൾ ചവിട്ടി പോകുന്നവരുണ്ട്. അപ്പം ഓരോ സിനിമയിലും കാണുന്ന, നിങ്ങൾ ആക്ഷൻ ഹീറോയിൽ കണ്ടു, കാലത്തൊട്ടിട്ട് വൈകിട്ട് വർക്ക് ചെയ്യും. സിമ്പിളായിട്ടുള്ള കാര്യം. ഇന്ന് കാലത്ത് കൊണ്ടുവരുന്ന ജംഗ്ഷനിൽ ഇവിടെ നിൽക്കുന്ന പോലീസുകാരൻ ഓണം, അവനവിടെ നിൽക്കുന്നുണ്ട്. ആ പോലീസുകാരൻ്റെ വീട്ടിലൊരു ഭാര്യയും മക്കളോടെ കാത്തിരിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ ആങ്ങളെ വരുമെന്നും പറഞ്ഞു. പക്ഷേ ഇവിടെ കൊണ്ടുവന്നൊരു 12 മണിക്ക് ഡ്യൂട്ടി കഴിയേണ്ട ആൾക്ക് 11:45 ഓർഡർ വരുന്നത്. അതാ ഓർഡർ വന്നിട്ട് കേട്ടോ, അപ്പുറത്ത് ഒരു കാർ ആക്സിഡന്റ് ആയിട്ടുണ്ട്, ആ ഭാഗത്തിൻ്റെ അപ്പുറത്ത് പോയിക്കോ, ഏതൊരു നേരെ വരെ പിടിച്ച് അങ്ങോട്ട് തട്ടി. അവിടെ നിന്ന് എന്തോ ആക്സിഡന്റ് ആയവരാണ് മരിച്ചിരിക്കുക, അവിടെ കാവൽ നിൽക്കുകയാണ്. പിന്നീട് ഇത് പോകുന്നത് പിറ്റേ ദിവസം കാലത്തായിരിക്കും. അപ്പം അന്നത്തെ ഉച്ചത്തെ സദ്യ പോയി, അതിനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി പിന്നെ ഭാര്യ പിന്നെയും കാത്തിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ആരും കാണുന്നില്ല. എല്ലാ സർവീസിലും ഉണ്ട് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷെ നമുക്ക് കാണുന്ന സമയത്ത് തെളിവിളിക്കാൻ പറയാം. അതെന്താണ്? രാഷ്ട്രീയം. രാഷ്ട്രീയക്കാർക്ക് ഓശാന പാടുന്ന പോലീസുകാരെ നമ്മൾ ഒരിക്കലും നമ്പാൻ പാടില്ല. കാരണം അവൻ ആ യൂണിഫോമിനോട് ജസ്റ്റിഫിക്കേഷൻ കാണിക്കുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ ചില വീഡിയോ ക്ലിപ്പിങ്സും അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിങ്സും കേൾക്കുന്നത്, താൻ പോടോ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരോട് പറയുന്ന സൈനി നമ്മൾ കാണുന്നുണ്ട്. അതാണ് വരേണ്ടത്. അല്ല, രാഷ്ട്രീയം നിങ്ങൾ നിയമത്തിനെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു മാത്രം ഞാൻ ചെയ്യുക, ഞാൻ പറഞ്ഞത് മാത്രം ചെയ്യുക. അപ്പം ഇന്നത്തെ ന്യൂസിൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ, ED കരുവന്നൂർ കേസിൻ്റെ ആൾക്കാർ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. ഇന്നും ഇവിടുത്തെ കേരളത്തിൽ നടക്കുന്ന കേരള ഗവൺമെൻറ്റിന് കണ്ടിരിക്കുന്ന ക്രൈംബ്രാഞ്ചോ ആരാണെങ്കിൽ ചെയ്യും, അവരിതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് വാട്ട്? പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്. പോലീസിനെ ഒരിക്കലും, എന്തുകൊണ്ട് പട്ടാളവും പോലീസിനും വ്യത്യാസമുണ്ട്? പട്ടാളത്തിൽ യാതൊരു വിധത്തിലും പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഇല്ല. ആര് വന്ന് ഭരിച്ചാലും സെയിം റൂള്, സെയിം പോക്ക്. അല്ലാതെ ഇപ്പം കാശ്മീരിലും പെൽഗാം ഇഷ്യൂ വന്നു, പട്ടാളക്കാർക്ക് അവിടെ ഒരാളും വേറെ ഓർഡറൊന്നുമില്ല. പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വിട്ടു തന്നു, നിങ്ങൾ ഇനി ചെയ്തോ. ഇവിടെ കേരള മുഖ്യമന്ത്രി പറയും നിങ്ങൾക്ക് വിട്ടു തന്നോ. നമ്മൾ തീരുമാനിക്കും അതിൽ എൻ്റെ പാർട്ടിക്കാരനുണ്ടോ ഇല്ലേ. ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ നിയമ ആ ഒരു സ്ഥലം അപ്സെറ്റായിട്ട് നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യം, പോലീസുകാർ ഇത്രയും ക്രൂരത, പോലീസുകാർ ഇത്രയും കഷ്ടപ്പാട്, ഇതൊക്കെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് കാണുന്ന ഇതുകൊണ്ടാണ്. ആദ്യമായിട്ട് ഈ പൊളിറ്റിസൈസേഷൻ മാറ്റിക്കഴിഞ്ഞിട്ട് സത്യസന്ധമായിട്ട്, അല്ല ബാക്ക് ഡോർ എൻട്രി കൊടുക്കുന്ന യൂണിഫോം ഇല്ലാതെ അധ്വാനിച്ച് PSC എഴുതി വരുന്നവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ they will be powerful. They will stand up and say, ഹലോ സാറേ, ആദ്യം സാറേ എന്ന് വിളിക്കും, വരട്ടെന്നാണ് എടുത്ത്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ മാറ്റും. അത് അവൻ്റെ ഗട്ട്സ്. ബിക്കോസ് ഹി കെയിം വിത്ത് എ ഹാർഡ് വർക്ക്. അവിടെ സെൽഫ് റെസ്പെക്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ പോലീസുകാരന് ആദ്യം വേണ്ടത് സെൽഫ് റെസ്പെക്ട് ആണ്. ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് അങ്ങനെ ഇന്റൻഷനിലൊന്നല്ലായിരുന്നു. അത് എന്താ പറയുന്നത്, അങ്ങനെ ഇന്റൻഷനിലൊന്നല്ല ഈ പടം റിലീസ് വെച്ചിരിക്കുന്നത്. അത് വന്നു, പിന്നെ വലിയൊരു ആൾക്കാർ പോകുന്നു, ഭയന്ന് വല്ലതും അതിന് കൂടുതൽ ഞങ്ങളൊക്കെ പോയിക്കൊള്ളാമെന്നുള്ള മാത്രം അല്ല, അവരായിട്ട് തല്ലുവിടാൻ വേണ്ടിയിട്ടൊന്നുമില്ല നിൽക്കുന്നത്. കമൽ സാർ ഇവിടെ കിടക്കുന്നത്, നമ്മളെ പോലുള്ള ആൾക്കാർ ഇവിടെ കിടക്കുന്നത്. സോ ബട്ട് കണ്ടന്റ്, സിനിമയ്ക്കകത്തൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അതാരും ഒരു കാണുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ മറ്റു സിനിമകളൊന്നും ബാധിക്കുന്നില്ല.
വരാറുണ്ട്, പലപ്പോഴും വന്നിട്ടുമുണ്ട്. ലോട്ടറി അടിച്ചാൽ അവിടുന്ന് അത് കുറച്ചൊന്നും ഡള്ളായി എന്ന് പറഞ്ഞപ്പോൾ അന്നതൊന്നും പോയി കണ്ടേക്കാം. അങ്ങോട്ട് വരും. വലിയ സിനിമ ഞാൻ RR എന്ന് പറഞ്ഞ സിനിമയുടെ കൂടെ ഒരു ചെറിയ സിനിമ റിലീസ് ചെയ്തു. നമ്മുടെ ഗായത്രി അഭിനയിച്ചൊരു സിനിമ അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടി. അതിന് 500 പേര് കയറി, ഇതിന് 25 പേര് കയറിയാൽ മതി. ഇത് ഒറ്റയ്ക്ക് റിലീസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിന് 10 പേര് പോലും കയറത്തില്ല. അതാണ് ഇതിൻ്റെ സ്ഥിതി. അത് കണ്ടുകൂടി തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. ഇത് 5-ാം തീയതിയാണ്, ഇത് 6-ാം തീയതിയാണ്, ഒരു ദിവസം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ കോൺഫിഡൻ്റ് ആണ്. താങ്ക് യു.